സോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2.1c ആണ്, കംപ്ലീറ്റ് സിസ്റ്റംസ്. ഓക്കെ, സോ എന്താണ് ഒരു കംപ്ലീറ്റ് സിസ്റ്റം എന്നറിയണം. എ സിസ്റ്റം xi greater than equal to 1 in a normed space x is called a complete system if the linear span summation i equal to 1 to n alpha I xi for all n element of n for all scalars alpha I of the vectors xi I greater than equal to 1 is a dense set in x. അപ്പോൾ എന്താ പറയണേ, ഒരു സിസ്റ്റം xi I greater than 1 കംപ്ലീറ്റ് സിസ്റ്റം എന്ന് പറയണമെങ്കിൽ എന്താണ് വേണ്ടത്? ആ എലമെൻസിൻ്റെ ലീനിയർ സ്പാനുകളുടെ കളക്ഷൻ. അപ്പോൾ ലീനിയർ സ്പാൻ എടുക്കുമ്പോൾ എപ്പോഴും എന്തെടുക്കുള്ളൂ? ഫൈനൈറ്റ് ആയ ആളുകളുടെ സ്പാൻ എടുക്കുള്ളൂ. അതാണ് സമ്മേഷൻ i equal to 1 to ആൽഫ I xi എന്ന് എടുത്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് എക്സ് എന്നുള്ള സെറ്റിനകത്തുള്ള എങ്ങനെ വേണമെങ്കിൽ എലമെൻറ്റ്സ് എടുക്കാം. ആ എലമെൻറ്റ്സുകളുടെ എല്ലാം ഫൈനൈറ്റ് ആയിട്ടുള്ള ലീനിയർ കോമ്പിനേഷൻസ് എല്ലാം എടുക്കുന്നു. ആ കോമ്പിനേഷൻസിൻ്റെ കളക്ഷൻ എന്തായിരിക്കണം? ആ സെറ്റിൽ ഡെൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? സെറ്റ് xiനെ ഒരു കംപ്ലീറ്റ് സിസ്റ്റം എന്ന് വിളിക്കും. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ ആദ്യം മനസ്സിലാക്കാം. നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു റിയലിലൊക്കെ, വെയർസ്ട്രാസ് അപ്രോക്സിമേഷൻ തിയറം അല്ലേ? എന്തായിരുന്നു വെയർസ്ട്രാസ് അപ്രോക്സിമേഷൻ തിയറത്തിലുണ്ടായിരുന്നത്? ഏത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എടുത്താലും അതിനെ നമ്മളെന്തായാലും പഠിച്ചിട്ടുണ്ടായിരുന്നത് വെയർസ്ട്രാസിൽ ഏത് എഫ് കണ്ടിന്യൂസ് എടുത്താലും ഒരു സീക്വൻസ് കണ്ടുപിടിക്കാൻ പറ്റും. എന്ത്? സം പി എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞ പോളിനോമിയൽസിൻ്റെ സീക്വൻസ് അത് എവിടേക്ക് കൺവേർജ് ചെയ്യും? നമ്മുടെ ഈ എഫ് ഓഫ് എക്സിലോട്ട് കൺവേർജ് ചെയ്യും. ദാറ്റ് മീൻസ് ആ പോളിനോമിയലുകളുടെ കൊണ്ട് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ആളിനെ എന്ത് ചെയ്യാൻ പറ്റും? അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? സോ ഒരു പോളിനോമിയൽ എന്താ? പോളിനോമിയൽ ഇരിക്കുന്ന രൂപം എന്ന് പറയുന്നത് സം ടി റേസ് ടു അല്ലെങ്കിൽ എക്സ് ആണ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് റേസ് ടു എൻ പ്ലസ് എ എൻ മൈനസ് 1 എക്സ് റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് എ നോട്ട് എന്നുകൊണ്ടാണ് ഇരിക്കാൻ പോണത് അല്ലേ? എന്ന് വെച്ചാൽ ഈ കളക്ഷൻ ഇതെന്ന് പറയുന്നത് സെറ്റ് എക്സ് പവർ എന്നിൻ്റെ ഫോർ ഐ ഈക്വൽ ടു ഗ്രേറ്റർ ഈക്വൽ 1 to n കളക്ഷൻ്റെ ലീനിയർ സ്പാൻ ആയിട്ടാണ് ആരുണ്ടാക്കണത്? പോളിനോമിയലിനെ ഉണ്ടാക്കിയെടുക്കണത് അല്ലേ? ദാറ്റ് മീൻസ് അപ്പോൾ ആ ടി പവർ എൻ അല്ലെങ്കിൽ എക്സ് പവർ എൻ എന്നുള്ള കളക്ഷൻ എന്താണ്? ഇതിനകത്തൊരു കംപ്ലീറ്റ് സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അതായത് സോ അത് പറഞ്ഞ എന്താ? വെയർസ്ട്രാസ് അപ്രോക്സിമേഷൻ തിയറം പ്രകാരം ദ ടി റേസ് ടു എൻ n greater than 1 ഈസ് കംപ്ലീറ്റ്. വെയർസ്ട്രാസ് പ്രകാരം കംപ്ലീറ്റ് ഇൻ സി ഓഫ് ക്ലോസ് ഇൻ്റർവൽ a, 0, 1. സോ സി ഓഫ് 0, 1 എന്ത് ഫോം ചെയ്തു? ഈ പോളിനോമിയൽസിൻ്റെ കളക്ഷൻ ഡെൻസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സെറ്റ് ഓഫ് ഓൾ ടി റേസ് ടു n n greater than 1 എന്ന് പറഞ്ഞൊരു കംപ്ലീറ്റ് സിസ്റ്റമാണെന്ന് പറയാം. കാരണം ടി റേസ് ടു n മൈനസ് 1 എക്സെട്ര ആൾക്കാരുടെ കോമ്പിനേഷനാണ് ഇതിലൊരു പോളിനോമിയലായിട്ട് മാറാൻ പോകുന്നത്. ഓക്കെ, ഇതുകൂടി നമുക്കറിയാം. The polynomials are dense in L2 of 0, 1. ഓക്കെ, സി ഓഫ് 0, 1 എന്ന് വെച്ചാൽ ഇതാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. നമ്മുടെ സി ഓഫ് 0, 1 എന്ന് പറയുന്നത് ഡെൻസ് ഇൻ L2 of 0, 1 ആണ്. ഓക്കെ, അതുകൊണ്ട് സി ഓഫ് 0, 1 ആൾക്കാരെ ഉണ്ടാക്കാൻ ആര് മതി? പോളിനോമിയൽസ് മതി. സോ ഓട്ടോമാറ്റിക്കലി L2 of 0, 1 ആൾക്കാരെ ഉണ്ടാക്കാൻ ആര് മതി? നമുക്ക് പോളിനോമിയൽസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, so fn converges to f in c of 0, 1 and fn converges implies the fn converges to f in 0, 1. എന്താ പറഞ്ഞ ശ്രദ്ധിക്കുക, നമ്മളെന്താ പറഞ്ഞത്? fn converges to f in L2 of 0, 1. എപ്പോൾ fn converges to f in c of 0, 1. c of 0, 1 ആണോ വലുത്? L2 of 0, 1 ആണോ വലുത്? എന്താ c of 0, 1 എന്ന് പറഞ്ഞാൽ? സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ 0, 1. L2 of 0, 1 എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ഓൾ 2 ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻസ് ഓൺ 0, 1. നമുക്കറിയാം കണ്ടിന്യൂസ് ഫംഗ്ഷൻസിനേക്കാളും കൂടുതൽ എന്ത് ഫംഗ്ഷൻസ് ആണ്? ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻസ് ആണ്. സോ C01 വലിയ സെറ്റാണ് ആര്? സി ഓഫ് 0, 1 എന്ന് പറയുന്നത് L2 of 0, 1 എന്താണ്? സബ്സെറ്റാണ്. ഓക്കെ, ഇനി നോക്കുക എന്തായിരുന്നു L2f. അവർ പറയുകയാണ് നോം ഓഫ് f with respect to L2 0, 1 is less than or equal to norm f less than or equal to c of 0, 1. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ പ്രൂവ് ചെയ്യുക? ആലോചിക്കുക, L2-നകത്തുള്ള നോം എന്താ? നോം എഫ് L2-നകത്താണ് എടുക്കണമെന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ 0 to 1 മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി ഹോൾ സ്ക്വയർ ഡി ടി ഹോൾ പവർ എന്താണത്?
1/2 ആണ്. ഓക്കെ, ഇനി ഇതാണ് ഇവിടുത്തെ L201 ആൾ അല്ലേ. ഇനി C(0)1 നോം എന്താ? C(0)1 നോം എഫ് എന്ന് പറയുന്നത് എന്താ? സുപ്രീമം ഓഫ് എഫ് ഓഫ് ടി വേർ ടി എലമെൻറ്റ് ഓഫ് ക്ലോസ് ഇൻട്രോൾ 0,1 ആണ് അല്ലേ. മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി. ഓക്കെ, സോ ഈ ഇൻ്റഗ്രലിൽ മോഡുലസ് വെച്ച് റീപ്ലേസ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? ഇൻ്റഗ്രൽ 0 to 1 മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി ഡി ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താ? എഫ് ഓഫ് ടികളുടെ മാക്സിമം എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എഫ് ആണ്, അല്ലെങ്കിൽ നോം ഓഫ് മാക്സിമം ഓഫ് എഫ് ഓഫ് ടി എടുത്തു കഴിഞ്ഞാൽ ഇൻറ്റു 0,1 മൾട്ടിപ്ലൈ ചെയ്യുള്ളൂ. ദാറ്റ് മീൻസ് എന്തായി മാറി? ഇങ്ങനെ കിട്ടും. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ L2-നകത്തുള്ള നോം എന്ന് പറയുന്നത് ആരെക്കാളും ചെറുതാണ്? C(0)1 നോമിനേക്കാളും ചെറുതാണ്. ഇനി നോമിൻ്റെ കേസിൽ ശ്രദ്ധിക്കുക, നമുക്ക് ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ആളിനെ xn മൈനസ് എക്സ് വിത്ത് റെസ്പെക്ട് ടു നോം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നമ്മളിതെങ്ങനെ എടുക്കണം ഉദ്ദേശിക്കുന്നത്? നോം 1 x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് വിത്ത് റെസ്പെക്ട് ടു 2 ആണെങ്കിൽ xn മൈനസ് എക്സ് വിത്ത് റെസ്പെക്ട് ടു നോം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് xn മൈനസ് എക്സ് വിത്ത് റെസ്പെക്ട് ടു 2. ഇത് ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇയാളും തന്നെ ആയിരിക്കും ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ കൺവേർട്ട് ചെയ്യും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടെന്താ? ഈ 2 നോമിൻ്റെ അവിടെയാണ് ആര് കിടക്കുന്നത്? നമ്മുടെ C(0)1 നോം കിടക്കുന്നത്. ഇവിടെ 1ൻ്റെ അവിടെയാണ് ആര് കിടക്കുന്നത്? L2 നോം കിടക്കുന്നത്. ദാറ്റ് മീൻസ് പോളിനോമിയൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനെ L201 ഫംഗ്ഷനെ കാണാൻ പറ്റും, C(0)1 ഫംഗ്ഷനെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും അതിനെ വിത്ത് L2 നോം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് അവിടെ ഇംപ്ലൈസിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ എന്താ അവിടെ പറഞ്ഞത്? എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത്? ഈ ഇനീക്വാലിറ്റിയുടെ ഹെൽപ്പോട് കൂടി നിങ്ങൾക്ക് എന്താ പറയാം? Fn converges to Fn C(0)1 implies Fn converges to Fn L2(0)1. ഓക്കെ, അതായത് C(0)1 എന്ന് പറഞ്ഞ നോം എന്ന് പറയുന്നത് ആരെക്കാളും സ്ട്രോങ്ങർ ആണ്? L2(0)1 നോമിനേക്കാളും സ്ട്രോങ്ങർ ആണ്. ഓക്കെ, സോ അതുകൊണ്ട് പറയാം L2(0)1 എന്ത് ഫോം ചെയ്യും? നമ്മുടെ Tn n greater than equal to 1 എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് സിസ്റ്റമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ കിട്ടിയത് നമ്മുടെ T raised to n greater than equal to 1 is a complete system in C(0)1 and L2(0)1. Okay. Another version of Weierstrass approximation theorem states that the trigonometric polynomials are dense in the space of continuous 2π periodic functions minus pi in C of minus pi. As a consequence, the system 1, cos n x, sin n x n greater than equal to 1 equal to 1 to infinity is a complete in L2 of minus pi. അതായത് അവിടെ ട്രിഗ്നോമെട്രിക് പോളിനോമിയൽസ് ആണ് ആർക്ക് വരും? സാധാരണ പോളിനോമിയൽസിന് പകരം. അതുപോലെ തന്നെ e raised to int n equal to minus infinity to infinity is a complete system in L2 of minus pi. കാരണം e raised to int എങ്ങനെ എഴുതാം? cos nt plus i sin nt എന്ന് എഴുതാം. സോ അതും കോസിൻ്റെ സൈൻ്റെ ടേംസിലാക്കി മാറ്റാൻ പറ്റും. സോ അതിനെയാണ് തൊട്ട് മുമ്പിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതാണ് അങ്ങനെ എൻഡപ്പ് ചെയ്യണേ. ഓക്കെ, അടുത്ത ലെമ്മ എന്താ? ഇഫ് fi is a complete system in a Hilbert space H and x is perpendicular to fi, then x equal to 0. എന്ന് വെച്ചാൽ ഈ കംപ്ലീറ്റ് സിസ്റ്റത്തിനോട് ഒരു വെക്ടർ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആ എക്സ് എന്തായേ പറ്റുള്ളൂ എന്ന് പറയുന്നത്? 0 ആയേ പറ്റുള്ളൂ എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് പെർപെൻഡിക്കുലർ ടു fi എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എസ് കോമ fi ഈക്വൽ ടു 0 ഫോർ എവരി ഐ എന്നാണ് അർത്ഥം അല്ലേ. ഓക്കെ, ഇറ്റ് മീൻസ് എക്സ് പെർപെൻഡിക്കുലർ ടു fi എന്ന് തന്നിട്ടുണ്ട്. എക്സ് പെർപെൻഡിക്കുലർ ടു fi ആണെങ്കിൽ എക്സ് വിൽ ബി പെർപെൻഡിക്കുലർ ടു സ്പാൻ ഓഫ് fi അല്ലേ. എന്താ അതിൻ്റെ കാരണം? ഏതെങ്കിലും ഒരു എക്സ് എടുത്തിട്ട് fi-നോട് നമുക്കറിയാവുന്ന കാര്യം എന്താ? എക്സ് പെർപെൻഡിക്കുലർ ടു fi അറിയാം. fi-യുടെ സ്പാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുക? fi-യുടെ സ്പാനിനകത്തുള്ള ഒരു മെമ്പർ ഇഫ് y ബിലോങ്സ് ടു സ്പാൻ ഓഫ് fi എന്ന് പറഞ്ഞാൽ y എങ്ങനെ ഇരിക്കുക? y ഈക്വൽ ടു സം c1 f1 പ്ലസ് എക്സെട്ര സം cn fn ആയിരിക്കുക. അതിനോട് എക്സ് പെർപെൻഡിക്കുലർ തന്നിട്ടുണ്ടാവുക എക്സ് കോമ cn f1 പ്ലസ് എക്സെട്ര cn fn ആണ്.
ലീനിയാരിറ്റി പ്രകാരം ഇതിനെ എങ്ങനെ മാറ്റാൻ പറ്റും? ഇന്ന പ്രോഡക്റ്റ് എക്സ് കോമ C1 F1 പ്ലസ് ഇന്ന പ്രോഡക്റ്റ് എക്സ് കോമ C2 X2 എക്സെട്ര എന്നാക്കി മാറ്റാൻ പറ്റും. C1 എന്ന് പറഞ്ഞാൽ സ്കാലറായിട്ട് പുറത്ത് വരും. ബാക്കി എന്താണ്ടാവും? അപ്പോൾ ഇന്ന പ്രോഡക്റ്റ് എക്സ് കോമ F1 പ്ലസ് C2 ബാർ ഇൻറ്റു ഇന്ന പ്രോഡക്റ്റ് എക്സ് കോമ F2 എക്സെട്ര എന്നുണ്ടാവുക അല്ലേ? പക്ഷേ ഓരോരുത്തരും എന്തായി മാറും? നമുക്കറിയാവുന്ന കാര്യം എന്താ? ഇയാളെന്താണ്? ഇയാളെന്ന് പറയുന്നത് ഇന്ന പ്രൊഡക്റ്റ് എക്സ് കോമ FI എന്ന് പറഞ്ഞാൽ 0 ആണ്. ദാറ്റ് മീൻസ് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ടേമും 0 ആയി മാറും. ദാറ്റ് മീൻസ് എന്ത് കിട്ടും? അപ്പോൾ നിങ്ങൾക്ക് ഇന്ന പ്രൊഡക്റ്റ് സ്പാനിനോടെല്ലാം ഇന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ഇനി സ്പാനിനോടെല്ലാം ഇന്ന പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം എന്താ? ഈ സ്പാൻ ഒരു കംപ്ലീറ്റ് സിസ്റ്റമാണ് അല്ലേ? സ്പാൻ കംപ്ലീറ്റ് സിസ്റ്റം ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ് ഏത് എലമെൻ്റ് എടുത്താലും ഏത് എക്സ് എലമെൻ്റ് എടുത്താലും അതിലോട്ട് കൺവേർജ് ചെയ്യുന്ന രീതിയിൽ ഒരു സീക്വൻസ് എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും? നമ്മുടെ കംപ്ലീറ്റ് സിസ്റ്റത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? ദാറ്റ് മീൻസ് എക്സ് എൻ ബിലോങ്സ് ടു ദ സ്പാൻ ഓഫ് FI സച്ച് ദാറ്റ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആണ്. പക്ഷേ ഇന്ന പ്രൊഡക്റ്റ് കാര്യം എന്താ പറയുക? ഇന്ന പ്രൊഡക്റ്റ് എക്സ് എൻ കോമ എക്സ് എവിടേക്ക് ടെൻഡ് ചെയ്യും? ബൈ കണ്ടിന്യൂറ്റി പ്രകാരം ഇന്ന പ്രൊഡക്റ്റ് എക്സ് കോമ എക്സിലോട്ട് ടെൻഡ് ചെയ്യും അല്ലേ? എന്ത് ചെയ്താൽ മതി? ഇവിടെ ലിമിറ്റ് എടുത്തു കഴിഞ്ഞാൽ ലിമിറ്റിനെ ഉള്ളിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എക്സിൻ്റെ അവിടെ എക്സ് ആക്കി മാറും, ഇങ്ങനെയായി മാറും അല്ലേ? പക്ഷേ ഓരോ ഇന്ന പ്രൊഡക്റ്റ് എക്സ് എൻ എക്സ് എന്താ? എക്സ് എന്ന് പറഞ്ഞാൽ എവിടെയുള്ള സ്പാനിലുള്ളതാണ്. അതുകൊണ്ട് എന്താ ഇന്ന പ്രൊഡക്റ്റ് കിട്ടുക? ഇതെന്ന് പറഞ്ഞാൽ ഇന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഇന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആണ്. ദാറ്റ് മീൻസ് ഈ സീക്വൻസ് എവിടെ കൺവേർട്ട് ചെയ്യുക? 0 എന്നുവെച്ചാൽ ആര് 0 ആണ്? ഇന്ന പ്രൊഡക്റ്റ് എക്സ് എക്സ് 0 ആണ് അല്ലേ? ഇന്ന പ്രൊഡക്റ്റ് എക്സ് എക്സ് 0 ആയാൽ ഇന്ന പ്രൊഡക്റ്റ് എക്സ് എക്സ് 0 ആയാൽ എന്താ 0 ആവുക? നോം എക്സ് 0 ആവും. എന്നുവെച്ചാൽ എക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? അതായത് നമ്മൾ എക്സാക്ട്ലി പ്രൂവ് ചെയ്തത്. X perpendicular FI implies X perpendicular to span of FI, and this implies that X is orthogonal to dense set in H. From this we get that there exists a sequence Xn converges to Xn, Xn perpendicular to X if for all n, hence 0 equal to inner product Xn X implies inner product X equal to norm X square, X equal to 0. Okay, we are telling the inverse statement also true, and the inverse statement also true. Exercise 13. The exercise 13 ഇവിടെ നോക്കി പോകാൻ എന്താണെന്നുള്ളത്. Let FI be a system of factors in Hilbert space H. Assume that X perpendicular to FI for any I implies X equal to 0. Then prove that the set FI is a complete system. Okay. ആലോചിച്ച് നോക്കുക കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഇല്ല വെച്ചാൽ നമുക്ക് നോട്ട്സ് എഴുതുമ്പോൾ അത് സോൾവ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ പറയണം നിങ്ങൾക്ക്. അല്ലാതെ ഇതിൻ്റെ ടെക്സ്റ്റ് ബാക്കിൽ ചില പ്രോബ്ലത്തിനൊക്കെ സൊല്യൂഷൻ ഓൾറെഡി ഉണ്ട്. സോ അതൊന്നും നോക്കുക. എന്നിട്ടും കിട്ടിയില്ല വെച്ചാൽ എന്ത് ചെയ്യാം? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങളൊന്ന് ശ്രമിക്കണം, അല്ലാതെ നേരിട്ട് ആൻസർ നോക്കാൻ നിൽക്കരുത്. ഓക്കെ, അടുത്തെന്താ? 2.1.d ഗ്രാം സ്മിത്ത് ഓർത്തോ നോർമലൈസേഷൻ പ്രൊസീജിയർ. സോ കേട്ടിട്ടുണ്ടാവും ഗ്രാം സ്മിത്ത് ഓർത്തോ നോർമലൈസേഷൻ പ്രൊസീജിയർ. ഓൾറെഡി ലീനിയർ അൽജിബ്രയിലൊക്കെ നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ? ഒരു ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയ ഒരു സെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ നോർമലാക്കി മാറ്റും. ഓർത്തോഗണലും അതുപോലെ നോർമലൈസ്ഡും ആയിട്ടുള്ള ആൾക്കാരാക്കിയിട്ട് ഓർത്തോ നോർമൽ സെറ്റാക്കി നമുക്ക് മാറ്റാൻ പറ്റുന്ന പറയണം അല്ലേ? എക്സ് ഐ ബി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റം ഇൻ ഹിൽബർട്ട് സ്പേസ് കൺസിഡർ E1 ഈക്വൽ ടു എന്താ? x1 by norm x1 and define induction defined by En equal to എന്താ? xn minus yn divided by norm of xn minus yn, where yn എങ്ങനെ ഡിഫൈൻ ചെയ്യണേ? yn equal to summation 1 to n minus 1 in about xn ei. Notice this possible, that definition is possible since norm of xn minus yn എന്താ? norm of xn minus yn എന്തായാലും ആവാൻ പറ്റില്ല, ഒരിക്കലും 0 ആവാൻ പറ്റില്ല ഡിഫൈൻ ചെയ്ത പ്രകാരം. if n equal to 2 and x2 minus y2 equal to 0, then it follows that x1 and x2 are linearly dependent, which contradicts the assumption that they continue by. Okay, നമ്മൾ ഈ ഇങ്ങനെ നോക്കുന്നത് മാത്രം. ഇന്നപ്പോഴത്തെ എക്സ് എൻ മൈനസ് വൈ എൻ ഇവിടെ നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് ഉറപ്പാണ്.
n=2 എന്നുള്ള കേസിൽ =0 വരുന്ന സിറ്റുവേഷൻ നമ്മൾ ആലോചിക്കുകയാണ്. n=2 ഈക്വൽ ആണെങ്കിൽ എന്ത് കിട്ടും? x2 - y2 എന്താവും? 0 ആവും അല്ലേ? x2 - y2 0 ആണെങ്കിൽ അർത്ഥം എന്താ? x2നെ എങ്ങനെ എഴുതാൻ പറ്റും? x2 y2 0 ആണെന്ന് വെച്ചാൽ അർത്ഥം x2നും ലീനിയർ കോമ്പിനേഷൻ എന്തല്ല? 0 അല്ല. ദാറ്റ് മീൻസ് അവർ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. അത് നമ്മുടെ അസംഷനോട് കോൺട്രഡിക്ഷൻ വരുത്തും. ഓക്കെ, ഓക്കെ. ഇതിൽ 2 കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, 1 and 2. സോ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി സ്വന്തമായിട്ട് നോക്കുക. ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? പഴയ ലീനിയർ അൽജിബ്രയിൽ പഠിച്ചിട്ടുള്ള ഗ്രാം സ്മിത്ത് ഓർത്തോണോമൈസേഷൻ്റെ പ്രൂഫുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ 1 എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയും 2 എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയും ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ തോന്നുന്നത്. തോന്നുന്ന കാര്യമില്ല, തോന്നാനും പറ്റും. ഒന്ന് ശ്രമിക്കുക സ്വന്തമായിട്ട്, എന്നാൽ മാത്രമേ കാര്യങ്ങൾ ശരിയാവുള്ളൂ. ഓക്കെ, സോ ഡെഫിനിഷൻ അടുത്ത് പറയാം. 2.1.7 ഇതിനു മുമ്പ് പഠിച്ചതുകൊണ്ടാണ് ഗ്രാം സ്മിത്ത് ഓർത്തോണോമൈസേഷന് കൂടുതൽ സ്ട്രെസ് കൊടുക്കാതെ പറയണത്. ചെയ്യാൻ വേണ്ടി നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ അതാത് ആഴ്ചകളിൽ തന്നെ പറയുക. ഓക്കെ, ഡെഫിനിഷൻ 2.1.7 എ നോർമൽ സ്പേസ് X is called a separable space if there is a dense countable set in X. എന്താ നമ്മൾ പറഞ്ഞത്? എ നോർമൽ സ്പേസ് X is called a separable എപ്പോഴാണ് വിളിക്കുക? ഇഫ് ദർ എക്സിസ്റ്റ് എ ഡെൻസ് കൗണ്ടബിൾ സെറ്റ് ഉണ്ടാകുമ്പോഴാണ് അതിനെ സെപ്പറബിൾ എന്ന് വിളിക്കുക. ഓക്കെ, നമ്മുടെ എക്സാമ്പിൾ നോക്കുക. നമുക്കറിയാവുന്ന എന്താ സെപ്പറബിൾ ആയിട്ടുള്ള സ്പേസിന്? അതായത് നമ്മുടെ 6 റിയൽ നമ്പേഴ്സ് 6 എടുത്താൽ 6ൻ്റെ സബ്സെറ്റാണ് ആര്? Q അല്ലേ? Q എന്താണ്? Q കൗണ്ടബിളും ആണ്, ടെൻസും ആണ് അല്ലേ? ദാറ്റ് മീൻസ് 6 അപ്പം എന്തായിരിക്കും? 6 സെപ്പറബിൾ ആണ് അല്ലേ? ഇനി തിരിച്ചെടുക്കണത് Q ആണെങ്കിലോ? അപ്പോൾ 6 സെപ്പറബിൾ ആണെന്നുള്ളത് മനസ്സിലായി. അതുപോലെ തന്നെ C എടുത്താലും സീന് എന്താ പറയാൻ പറ്റും? സീന് നമുക്ക് R ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ അതിനെ Q×Q എഴുതി കഴിഞ്ഞാൽ അതെന്താണ്? അത് കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ആണ്. ദാറ്റ് മീൻസ് അത് സെപ്പറബിൾ ആണ്. സോ അവിടെ നിന്ന് പറയാൻ പറ്റുന്ന കാര്യം എന്താ? എല്ലാ RNനും അതുപോലെ CNനും എന്താണ്? സെപ്പറബിൾ ആണ്. ഓക്കെ, സോ സെപ്പറബിൾ അല്ലാത്ത സ്പേസിന് എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ വേണം. സോ എൻ്റെ എക്സാമ്പിൾ പറയുന്നു. സെപ്പറബിൾ അല്ലാത്തതിൻ്റെ എക്സാമ്പിൾ L infinity is not separable. ഓർമ്മയിൽ ഉണ്ടായിരിക്കാം. ഇതെന്താ പറയുക? കൊറോളറി. ദ ഹിൽബർട്ട് സ്പേസ് H is a separable if and only if there exists a complete orthonormal system. ഓക്കെ, പ്രൂഫ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ.